വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 8ാം സർഗം ശ്ലോകം 6 ചെയ്തു. അപ്പോൾ പിന്നെ എന്താണ് കുംഭകർണൻ ഇവരെയൊക്കെ സംഹരിക്കാനായിട്ട് ഒരുങ്ങി ഇങ്ങോട്ട് കാലനെ പോലെ വന്നപ്പോൾ ഒരു ചിറകുള്ള പർവ്വതം വരിക തോന്നും. അത്ര ഭയങ്കര വലിയ ശരീരത്തോട് കൂടിയിട്ടുള്ള കുംഭകർണനെ കണ്ട വാനരന്മാരെല്ലാവരും ഒന്നുപോലും ബാക്കി നിൽക്കാണ്ട് ഓടിപ്പോയി ഓടി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്തത്. 7, 8, 9 ഒന്നിച്ചാണ്. ഭ്രമന്തം ഹരിവാഹിന്യാം മുഗ്ഗരേണ മഹാബലം കാലയന്തം ഹരീൻ വേഗാത് ഭക്ഷയന്തം സമന്തത ചൂർണയന്തം മുദ്ഗരേണ പാണിപാദൈരനേകഥാ കുംഭകർണം തദാ ദൃഷ്ട്വാ ഗദാപാണിർവിഭീഷണ നനാമചരണൗ തസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ ബുദ്ധിമാൻ വിഭീഷണോഹം ഭ്രാതർമേ ദയാം കുരു മഹാമതേ. ഹരിവാഹിന്യാം, അതായത് ഈ ഹരി എന്ന് പറഞ്ഞാൽ അവിടെ വാനരന്മാരെയാണ് പറയുന്നത്. വാനരസേനയിൽ ഭ്രമന്തം സഞ്ചരിക്കുന്നവനും മഹാബലം സൈന്യത്തെ മുദ്ഗരേണ, അതായത് ഒലറ്റോണ്ടേ മുദ്ഗരത്താൽ കാലയന്തം നശിപ്പിക്കുന്നവനും സമന്തത മീൻസ് 4 ഭാഗത്തും വേഗാൽ ഹരീൻ ഭക്ഷയന്ത കണ്ട വാനരന്മാരെ മുഴുവൻ ഭക്ഷിക്കുന്നവനും മുദ്ഗരേണ മുദ്ഗരം കൊണ്ട് പാണിപാതൈഹി കാലുകൊണ്ടും കൈകൊണ്ടും കാലുകൾ കൊണ്ടും കൈകൊണ്ടും പിന്നെ അനേകഥാ ചൂർണയന്ത അനേകം വിധത്തിൽ പൊടിയാക്കുന്നവനും ആയ കുംഭകർണനെ ഗദാപാണി ബുദ്ധിമാൻ വിഭീഷണ ഗദ കയ്യിലുള്ള ബുദ്ധിമാനായിട്ടുള്ള വിഭീഷണൻ തഥാ ദൃഷ്ട അപ്പോൾ കണ്ടിട്ട് തസ്യ ജ്യേഷ്ഠസ്യ ഭ്രാതുഹു ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ചരണൗ പാദങ്ങളെ നനാമ, ഏട്ടനാണല്ലോ വിഭീഷണൻ്റെ, നമിച്ചു. ഭ്രാതഃ വിഭീഷണ അഹം, അല്ലയോ ഏട്ടാ ഇത് വിഭീഷണനാണ് ഞാൻ. മഹാമതേഹേ മഹാബുദ്ധിശാലിൻ മേ ദയാം ഗുരു, എൻ്റെ പേരിൽ ദയ തോന്നണം എന്ന് പറഞ്ഞു. അതായത് വാനരസേനയുടെ ഉള്ളിൽ കൂടെ, അതായത് വാനരസേനയെ കടന്ന് ആക്രമിച്ചുകൊണ്ട് മഹാസൈന്യം ആ വാനരസൈന്യത്തെ മുഴുവൻ മുൽഗരം എന്ന ആയുധം കൊണ്ട്, അത് ഒലയ്ക്ക പോലെ തോന്നുന്നുണ്ട്, മുൽഗരം എന്ന ആയുധം കൊണ്ട് നശിപ്പിച്ചും 4 ഭാഗത്തു നിന്നും വാനന്മാരെയൊക്കെ കൈകൊണ്ട് കിട്ടിയവരെ മുഴുവൻ പിടിച്ച് ഭക്ഷിച്ചും മുൽഗരം കൊണ്ട് അടിച്ചും കൈകൊണ്ടും കാലുകൊണ്ടും അമർത്തിയിട്ടും ചവിട്ടിയിട്ടും അനേക തരത്തിൽ വാനന്മാരെ പൊടിച്ചും കൊണ്ട്, അതായത് പൊടി ഭസ്മമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന കുംഭകർണനെ കണ്ടപ്പോൾ ഗദ കയ്യിലെടുത്ത് ബുദ്ധിമാനായിട്ടുള്ള വിഭീഷണൻ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഈ കുംഭകർണൻ്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ചു. വിഭീഷണൻ ഏട്ടനാണല്ലോ. എന്നിട്ട് പറഞ്ഞു, ഹേ എൻ്റെ ജ്യേഷ്ഠ സഹോദര വിഭീഷണനാണ് ഞാൻ ഇത് വിഭീഷണനാണ് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. ഹേ മഹാബുദ്ധിശാലിൻ എൻ്റെ പേരിൽ ദയ കാണിക്കണേ എന്നപേക്ഷിച്ചു. അതായത് എങ്ങനെയായാലും യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിലും ഒരു ജ്യേഷ്ഠ സഹോദരനെ കണ്ടാൽ ബഹുമാനം നടിക്കേണ്ടതാണെന്നുള്ള ആ ഒരു സദാചാര ബോധത്തോടു കൂടിയിട്ടാണ് വിഭീഷണൻ അങ്ങനെ ഏട്ടനെ നമസ്കരിച്ചപ്പോൾ ശത്രുപക്ഷത്താണ്. കാരണം വിഭീഷണൻ രാമൻ്റെ പക്ഷത്തല്ലേ, ശത്രുപക്ഷത്താണെങ്കിൽ പോലും സ്വന്തം സഹോദരനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഭീഷണനാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചു, ഒരു ബഹുമാനം കാണിച്ചു. അതായത് വിഭീഷണ രാക്ഷസ സ്വഭാവം ഇല്ല, അതാണ്. ഭ്രമന്തം ഹരിവാഹിന്യം മുദ്ഗരേണ മഹാബലം കാലയന്തം ഹരീൻ വേഗാത് ഭക്ഷയന്തം സമന്തത ചൂർണയന്തം മുദ്ഗരേണ പാണിപാദൈരനേകഥ കുംഭകർണം തദാ ദൃഷ്ട്വാ ഗദാപാണിർവിഭീഷണ നനാമചരണൗ തസ്യ ഭ്രാതുർജ്യേഷ്ഠസ്യ ബുദ്ധിമാൻ വിഭീഷണോഹം ഭ്രാതർമേ ദയാം കുരു മഹാമതേ, എന്നോട് ദയ കാണിക്കണേ എന്ന് പറഞ്ഞു. ഇനി 10, 11, 12 ഒരു വരി.
രാവണസ്തു മയാ ഭ്രാതർ ബഹുധാ പരിബോധിതഃ സീതാം ദേഹീതി രാമായ രാമ സാക്ഷാൽ ജനാർദ്ദന ന ശൃണോതി ച മാം ഹന്തും ഖൽഗമുദ്യമ്യ ചോക്തവാൻ ധിക്ത്വാം ഗച്ഛേതി മാം ഹത്വാ പദാപാഭിഭിരാവൃതഃ ചതുർഭിർമന്ത്രിഭിः സാർദ്ധം രാമം ശരണമാഗതഃ. ഭ്രാതാ ഹേ ജ്യേഷ്ഠ, രാവണഃ തു രാവണനാകട്ടെ മയ എന്നാൽ ബഹുധ പരിബോധിത, ഞാൻ പലതരത്തിലും ആദരപൂർവം പറഞ്ഞു. എന്നിട്ടും രാമായ രാമന സീതാം ദേഹി, സീതയെ നൽകിയാലെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കി. രാമ സാക്ഷാൽ ജനാർദ്ദന, രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇതി എന്ന ശൃണോതി, പറഞ്ഞിട്ട് കേൾക്കണില്ല. ഖൽഗമുദ്യമ്യ, വാളുയർത്തിയിട്ട് ഉക്തവാൻ, എന്നോട് പറഞ്ഞു. ഗച്ഛ ഇതി, പോയി യുദ്ധം ചെയ്താലെന്നേ, പോയാലും. പാപിഭി ആവൃത, പാപികളാൽ ചുറ്റപ്പെട്ട അവൻ. പദ മാം ഹത്വ, പാദം കൊണ്ടെന്നെ ഹനിച്ചും. ത്വാം ധിക് ഇതി, നിന്നെ ധിക്കരിക്കുന്നൻ എന്ന് പറഞ്ഞ് ചതുർഭി മന്ത്രിഭി സാർത്ഥം, 4 മന്ത്രിമാരോടുകൂടെ രാമം ശരണമങ്ക, രാമനെ ശരണം പ്രാപിച്ചു. അപ്പോൾ പറഞ്ഞു, അതായത് വിഭീഷണൻ പറയണം കേട്ടോ. പിന്നെ അല്ലയോ ജ്യേഷ്ഠ, ഞാൻ രാവണനോട് പല വിധത്തിലും പറഞ്ഞു നോക്കി, സീത രാമന് നൽകൂ, രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതൊക്കെ പറഞ്ഞതിനൊന്നും കേട്ടില്ല എന്ന് മാത്രമല്ല, പാപികളാൽ ചുറ്റപ്പെട്ട ആ രാവണൻ കൂടെയുള്ളവരൊക്കെ വാളുയർത്തിക്കൊണ്ട് നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി. അതിനാൽ ഞാൻ എൻ്റെ കൂടെയുള്ള 4 മന്ത്രിമാരെയും കൂട്ടിയിട്ട് ഞാൻ രാമനെ ശരണാഗതി അടഞ്ഞിരിക്കുകയാണ് എന്ന് സത്യം പറഞ്ഞു വിഭീഷണൻ. നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ് ഉപദേശിക്കാനൊക്കെ നോക്കി, സത്യമൊക്കെ പറഞ്ഞു. അതായത് ശ്രീരാമൻ മഹാവിഷ്ണു തന്നെയാണ്, സീതാരാമന് കൊടുത്ത് ശരണാഗതി അടയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള 4 മന്ത്രിമാരോട് കൂടി ഞാൻ രാമനെ ശരണാഗതി അടഞ്ഞു, അങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അത് പറയാണ്. കുംഭകർണൻ ഉറങ്ങല്ലേ, ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കുംഭകർണനോട് പറഞ്ഞു, രാവണസ്തുമയാ ഭ്രാതർ ബഹുധാ പരിബോധിത സീതാം ദേഹീതി രാമായ രാമ സാക്ഷാൽ ജനാർദ്ദന ന ശൃണോതി, കേൾക്കാൻ കൂട്ടാക്കിയില്ല. മാം ഹന്തും ഖൽഗമുദ്യമ്യ ചോക്തവാൻ, എന്നെ കൊല്ലാനായിട്ട് വാളെടുത്തു. ധിക്ത്വാം ഗച്ഛേതി മാം ഹത്വാ പരാപാഭിരാവൃത, അതായത് ബാക്കിയുള്ളവരൊക്കെ ഉപദേശം കേട്ടിട്ട് എന്നെ അടിച്ചിറക്കിന്ന്. ചതുർഭിർ മന്ത്രിഭിः സാർത്ഥം, 4 മന്ത്രിമാരോട് കൂടി രാമം ശരണമാഗത, ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചു. ഇനി 4 ശ്ലോകം ഒന്നിച്ചാണ്. തച്ഛ്രുത്വാ കുംഭകർണോപി ജ്ഞാത്വാ ഭ്രാതരമാഗതം. അപ്പോൾ അതായത് സഹോദരനെ കണ്ടിട്ടും സഹോദരൻ്റെ ഈ വാക്ക് കേട്ടിട്ടും എന്താ ചെയ്തെന്നാണ് പറയണത് കേട്ടോ. തച്ഛ്രുത്വ, അത് കേട്ടിട്ട് കുംഭകർണൻ ജ്ഞാത്വ ഭ്രാതരം ആഗതം, എന്താണ് ഈ ഭീഷണൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? 13 സമാലിംഗ്യാഹ വത്സ ത്വം ജീവരാമപദാശ്രയ കുലസംരക്ഷണാർത്ഥായ രാക്ഷസാനാം ഹിതായ ച. എന്താ പറഞ്ഞറിയോ? വത്സ, വളരെ സാരമായിട്ട്, ഹേ ബാല, താഴെയല്ലേ, നീയ് രാമപദാശ്രയ, രാമൻ്റെ പാദങ്ങളെ ആശ്രയിച്ചവനായിട്ട്, കുലസംരക്ഷണായ, കുലത്തിൻ്റെ സംരക്ഷണത്തിനും, രാക്ഷസന്മാരുടെ ഹിതത്തിനുമായിക്കൊണ്ട് ജീവിച്ചാലും എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? അപ്പോൾ വിഭീഷണൻ പറഞ്ഞായിട്ട് കുംഭകർണൻ പിന്നെ ഈ സഹോദരനായിട്ടുള്ള വിഭീഷണൻ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് സ്നേഹപൂർവ്വം സമാലിംഗ്യ എന്ന് പറഞ്ഞു. അതായത് ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, വത്സ, നീ രാമൻ്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കാനും രാക്ഷസന്മാർക്ക് നന്മ ചെയ്യാനുമായിട്ട് നീ ചിരകാലം ജീവിച്ചിരിക്കട്ടെ പറഞ്ഞു. അതാണ് സമാലിംഗ്യ. ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ത്വം ജീവ, നീ ജീവിച്ചിരിക്കട്ടെ കുറേ കാലം. എങ്ങനെ? രാമൻ്റെ പദങ്ങളെ ആശ്രയിച്ചതിന് ശേഷം എന്തിനാ നീ ജീവിച്ചിരിക്കണത്? കുലസംരക്ഷണാർത്ഥായ, ഈ രാക്ഷസകുലത്തിനെ രക്ഷിക്കാനായിട്ട്. രാക്ഷസാനാം ഹിതായജ, രാക്ഷസന്മാർക്ക് നന്മ വരാനും രാക്ഷസകുലത്തിനെ രക്ഷിക്കാനുമായിട്ട് നീ
കുറേ കാലം ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു ആദ്യം. സമാലിംഗ്യാഹവത്സത്വം ജീവ രാമപദാശ്രയ കുലസംരക്ഷണാർത്ഥായ രാക്ഷസാനാം ഹിതായ ച. പിന്നെയോ മഹാഭാഗവതോസി ത്വം പുരാമേ നാരദാച്യുതം ഗച്ഛതാതമയേദാനിം ദൃശ്യത്തെ ന ച കിഞ്ചന. ത്വം മഹാഭാഗവത അസി, നീയ് വലിയ ഭഗവത് ഭക്തനാണ്, ഭാഗവതോത്തമനാണ്, ഭഗവത് ഭക്തനാണ്. മേ പുര നാരദാശ്രുതം, എനിക്ക് അത് നാരദൻ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് നാരദനിൽ നിന്ന് നീ ഭഗവത് ഭക്തനാവുന്ന. താതാ ഗച്ഛ, അതുകൊണ്ട് നീയ് പൊക്കോളൂ കുട്ടി, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂട്ട് അനിയ. ഇതാനി മയ, ഇപ്പോൾ എന്നാൽ, മദീയ ഇപ്പോൾ എന്നാൽ എന്ന് പറഞ്ഞിട്ട് അത് ആ ശ്ലോകം അവിടെ കഴിഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞ വെച്ചാൽ, നീയ് ചിരകാലം ജീവിച്ചിരിക്കട്ടെ പറഞ്ഞു. നീയ് മഹാഭഗവത് ഭക്തനാവുന്ന ശ്രീ നാരദമുനി പറഞ്ഞ് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞായിരുന്നു. ഹേ വത്സ, നീ ഇപ്പോൾ പൊയ്ക്കൊള്ളുക എന്ന് പറയാണ്. ഗച്ഛ താത, നീ പൊക്കോളൂ. അതായത് മയേദാനിയും ദൃശ്യതയെ നജ അല്ല അതെ മയേദാനിയും ദൃശ്യതയെ നജ കിഞ്ചന, അതായത് എൻ്റെ കണ്ണുകളിപ്പോൾ ശരിക്കല്ല, അതായത് നീ പൊക്കോളൂ എന്ന് പറയാണ്. അതേ പറയണുള്ളൂ ഇപ്പോൾ. അപ്പോൾ പിന്നെ അടുത്ത ശ്ലോകത്തിലാണ് ഇനി ബാക്കി പറയണത്. മഹാഭാഗവതോസി ത്വം പുരാമേ നാരദാശ്രുതം, നീ ഭഗവത്താണ് നാരദൻ പറഞ്ഞിട്ട് അറിയാം. ഗച്ഛതാത, അതുകൊണ്ട് പൊക്കോളൂ. മയേദാനിം ദൃശ്യതേ നച കിഞ്ചന, എൻ്റെ കണ്ണുകളിപ്പോൾ ശരിക്കല്ല, യുദ്ധലഹരി എന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം ജനാണോ ശത്രുവാണോ എന്നൊന്നും എനിക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഉപദ്രവിച്ചാൽ അതുകൊണ്ട് പൊക്കോളൂ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ യുദ്ധലഹരി ബാധിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ എന്നോട് പറഞ്ഞൂല യുദ്ധം ചെയ്യാൻ, അതുകൊണ്ട് നീ ശത്രുവാണോ മിത്രാണോ എന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അറിയാണ്ട് നിന്നെ ഉപദ്രവിച്ചാലോ, അതുകൊണ്ട് നീ പൊക്കോളൂ പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഗച്ഛതാത മയേദാനിം ദൃശ്യതേ നച കിഞ്ചന, സ്വന്തം ജനാണോ ശത്രുവാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയില്ല, അതുകൊണ്ട് ഞാൻ ഉപദ്രവിച്ചാലോ നിന്നെ, അതുകൊണ്ട് നീ പൊക്കോളൂ. മദീയോ വാ പരോ വാ ബി മദമത്ത വിലോചന, അതാണ് ഇത്യുക്തോശ്രുമുഖോ ഭ്രാതുശ്ചരണാഭിവന്ദ്യ സഹ രാമപാർശ്വമുപാഗത്യ ചിന്താപര ഉപസ്ഥിത. അപ്പം എന്താ വെച്ചാൽ, മദീയവ അപരാവാബി, എൻ്റെ സ്വന്തം ആൾക്കാരാണോ അന്യനാണെന്ന കിഞ്ചന എന്ന ദൃശ്യത എനിക്ക് അറിയാൻ പറ്റുന്നില്ല. മതമത്ത വിലോചന, മതത്താൽ, അതായത് ഈ യുദ്ധലഹരി ബാധിച്ച ഞാൻ യുദ്ധലഹരി ബാധിച്ച കണ്ണുകളോട് കൂടിയിട്ടാണ് ഇരിക്കണത്. ഇതിയുക്ത, ഇപ്രകാരം പറയപ്പെട്ട അവൻ അശ്രുവോടുകൂടിയ മുഖത്തോടു കൂടിയവനായിട്ട് ഭ്രാതുഹു ചരണവും അഭിവന്ദ്യ, സഹോദരൻ്റെ ചരണങ്ങളെ വന്ദിച്ചിട്ട് രാമൻ്റെ പാർശ്വത്തെ ഉപാഗത്തെ പ്രാപിച്ചിട്ട് ചിന്താപര ഉപസ്ഥിത, ചിന്താശീലനായിരുന്നു. അപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധലഹരി ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്വന്തം ആളാണോ ശത്രുവാണോ എന്നൊന്നും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെയും ഞാൻ ഉപദ്രവിച്ചെന്ന് വരാം, അതുകൊണ്ട് നിൽക്കണ്ട, പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് കേട്ട് വിഭീഷണൻ കണ്ണീര് ഒലിപ്പിച്ചും കൊണ്ട് ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ ഒന്നുകൂടി വീണ് നമസ്കരിച്ച്, കുംഭകർണൻ്റെ പാദങ്ങളിൽ വിഭീഷണൻ ഒന്നും കൂടി വീണ് നമസ്കരിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെന്നു ചിന്താവിഷ്ടനായി ഇരുന്നു എന്ന്. അതായത് കുംഭകർണനെ ഇപ്പഞ്ഞി അധികം താമസിയാതെ ഭഗവാൻ കൊല്ലും എന്നറിയാം. അപ്പം ഇനി ഒരിക്കലും കാണില്ലല്ലോ, ആ ദുഃഖത്തോടു കൂടി ചിന്താവിഷ്ടനായി നിന്നു. അതായത് നല്ല മനുഷ്യനാണ്. പിന്നെ കുംഭകർണനെ രാവണനെ ഉപദേശിച്ചൊക്കെ ചെയ്തു, പിന്നെ വിഭീഷണനെ പോലെ തന്നെ. ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും ഭഗവാന്റെ കൈകൊണ്ട് മരണം എടുത്തുന്നു എന്ന് വിചാരിച്ചിട്ടൊരു ദുഃഖമൊക്കെ തോന്നി, സ്വന്തം ബ്രദറല്ലേ, അതുകൊണ്ട്. അപ്പം മദീയോ വാ പരോ വാബി മദമത്ത വിലോചന ഇത്യുക്തോ അശ്രുമുഖോ, അതായത് കണ്ണീര് ഒൽപ്പിച്ചും കൊണ്ട് ഭ്രാതുശ്ചരണാവഭിവന്ദ്യസ, ഏട്ടൻ്റെ പാദങ്ങളെ ഒന്നും കൂടി നമിച്ചിട്ട് രാമപാർശ്വമുപാഗത്യ, രാമൻ്റെ അടുത്തേക്ക് പോയിട്ട് ചിന്താപര ഉപസ്ഥിത, ചിന്താവിഷ്ടനായിട്ടിരുന്നു വിഭീഷണൻ. 17 കുംഭകർണോഭി ഹസ്താഭ്യാം പാദാഭ്യാം പേഷയൻ ഹരീൻ ചചാരവാനരീം സേനാം കാലയൻ ഗന്ധഹസ്തിവത്. കുംഭകർണനും ഹസ്താഭ്യം പാദാഭ്യം, 2 കൈകൊണ്ടും 2 കാലുകൊണ്ടും ഹരീൻ പേഷയൻ വാനന്മാരെ നശിപ്പിക്കുന്നവനായിട്ട്
വാനരീം സേന വാനര സൈന്യത്തെ കാലയൻസ സൈന്യത്തെ ഭയങ്കരമായിട്ട് കൊന്നൊടുക്കുന്നുണ്ട്. അത് കൊന്നൊടുക്കുന്നവനായിട്ട് ഗന്ധഹസ്തിവത് പ്രഭാര മത്തഗജം എന്ന പോലെ ഓടി നടന്നു. എന്താ പറഞ്ഞാൽ കുംഭകർണൻ 2 കൈകൾ കൊണ്ടും 2 കാലുകൊണ്ടും വാനരന്മാരെ ചവിട്ടിയിട്ടും ഞെക്കിയിട്ടും അമർത്തിയിട്ടും നശിപ്പിച്ചുകൊണ്ട് വാനര സൈന്യത്തെ സംഹരിച്ചും കൊണ്ട് മതിച്ചൊരു ഗജം പോലെ സഞ്ചരിച്ചു എന്ന്. അതായത് അത്ര ഒരു സാധാരണ ഈ മദം പൊട്ടിയ ആനയ്ക്ക് ആ മദം പൊട്ടിയ ജലത്തിനൊരു നാറ്റുണ്ട് എന്ന് പറയും. അത് കേട്ടാൽ പിന്നെ എന്താണ് മറ്റ് ഗജങ്ങളൊന്നും അതിൻ്റെ അടുത്ത് പോവില്ല എന്ന് പറയും. അതായത് മദം പൊട്ടിയ ഭയങ്കര ദേഷ്യവും അപ്പോൾ ആ മദജലത്തിൻ്റെ ഗന്ധം വന്നാൽ മറ്റ് ഗജങ്ങളൊക്കെ അത്ര അടുത്ത് പോവില്ല അത്രേ. അതുപോലെയാണ് അപ്പോൾ മത്തഗജത്തിനെ പോലെ നടന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അടുത്ത് പോകാൻ പേടി. അങ്ങനെ അത്ര ഒരു ശക്തിമാനാണല്ലോ. അനവധിയാളെ കൊല്ലും ചെയ്യണ്ട, കൊന്ന് ശരിക്കും സംഹരിച്ച് നടക്കുകയാണ്. കുംഭകർണോഭി ഹസ്താഭ്യാം പാദാഭ്യാം പേഷയൻ ഹരീൻ ചചാരവാനരീം സേനാം കാലയൻ ഗന്ധഹസ്തിവത് ദൃഷ്ട്വാതം രാഘവക്രുദ്ധോ വായവ്യം ശസ്ത്രമാദരാൽ. ഇനി മറ്റ് 18-ാമത്തെ ചിക്ഷേപ കുംഭകർണായ തേന ചിച്ഛേദ രക്ഷസ സമുദ്ഗരം ദക്ഷഹസ്തം തേന ഘോരം നനാദസ തം ദൃഷ്ട. അവനെ കണ്ടിട്ട് ക്രുദ്ധ രാഘവ, അതായത് ശ്രീരാമനെ ദേഷ്യം വന്നിട്ട് ആദരവോടെ വായവ്യം ശസ്ത്രം വായവ്യമായ ശസ്ത്രത്തെ കുംഭകർണൻ്റെ നേർക്ക് ചിക്ഷേപ അയച്ചു. തേന അതുകൊണ്ട് രാക്ഷസൻ്റെ സമുദ്ഗരം ദക്ഷഹസ്തം മുദ്ഗരം പിടിച്ചിട്ടുള്ള വലത്തെ കയ്യ് ചിച്ഛേദ മുറിച്ചു. അതുകൊണ്ട് ഈ വായവ്യ വസ്ത്രം കൊണ്ട്. അതുകൊണ്ട് അവൻ ഘോരം നനാദ ഉറക്കെ കരഞ്ഞു കുംഭകർണൻ. അതായത് വാനന്മാരെ ഇങ്ങനെ സംഹരിച്ച് നടക്കണ കുംഭകർണനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കോപിച്ച് ശ്രീരാമൻ ആദരപൂർവം വായവ്യാസ്ത്ര മന്ത്രം നല്ലോണം സ്മരിച്ചിട്ട് ആതാങ്കട അയച്ചു. അത് കുംഭകർണൻ്റെ നേർക്ക് ആ വായവ്യാസ്ത്രം ജപിച്ചങ്ങട് അയച്ചു. ആ അമ്പിനാൽ മുൽഗരം പിടിച്ചിരിക്കണ കുംഭകർണൻ്റെ വലത്തെ കയ്യ് മുറിച്ച് വീഴ്ത്തി. വലത്തെ കയ്യിലാണ് ഈ മുൽഗരം കൊണ്ടാണ് എല്ലാവരെയും അടിക്കണതേ. അത് മുറിച്ച് വീഴ്ത്തി. അത് നിമിത്തം അപ്പോൾ അത് കാരണം വേദന കാരണം കുംഭകർണൻ ഉറക്കെ അലറി എന്നാണ് അതിൽ പറഞ്ഞത്. ദൃഷ്ട്വാതം രാഘവ ക്രുദ്ധോ, അത് കണ്ടിട്ട് ക്രുദ്ധനായിട്ടുള്ള രാഘവൻ വായവ്യം ശസ്ത്രമാദരാൽ വായവ്യശസ്ത്രം നല്ലോണം പ്രാർത്ഥിച്ച് മന്ത്രമൊക്കെ ചൊല്ലി അയച്ചു. ചിക്ഷേപ അയച്ചു എന്ന്. കുംഭകർണായ തേന ചിച്ഛേദ രക്ഷസ ആ സമുദ്ഗരം ദക്ഷഹസ്തം മുദ്ഗരം പിടിച്ച ആ വലത്തെ കയ്യ് തേന ഘോരം നനാദസ അതോ ചിച്ഛേദാന്ന്, അതായത് അത് ഖണ്ഡിച്ചു. ആ വേദന കൊണ്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. അതാണ് തേന ഘോരം നനാദ സഹ. ഇനി 19-20 ഒരു വരി. സഹസ്തപതിതോ ഭൂമാവനേകാൻ മർദയൻ കബീൻ പര്യന്തമാശ്രിതാ സർവേ വാനരാഹ ഭയവേപിതാ രാമരാക്ഷസയോർയുദ്ധം പശ്യന്ത പര്യവസ്ഥിതാ. സഹസ്ത ആ കയ്യ് അനേകാൻ കബീൻ അനേകം കവികളെ മർദയൻ ആ കയ്യ് വീഴുമ്പോഴേ, അതായത് വലത്തെ കൈ മുറിച്ചു പറഞ്ഞില്ലേ, ആ കൈ വീഴുമ്പോൾ ഭൂമോ പതിത ഭൂമിയിൽ വീണു. അപ്പോഴോ ഭയവേപിതാഹ ഭയത്താൽ വിറയ്ക്കുന്ന സർവേ വാനര എല്ലാ വാനന്മാരും പര്യന്തം ആശ്രിത അറ്റത്തെ പ്രാപിച്ചവരായിട്ട് രാമരാക്ഷസയോ യുദ്ധം രാമൻ്റെയും രാക്ഷസേന യുദ്ധത്തെ പശ്യന്ത നോക്കുന്നവരായിട്ട് പര്യവസ്ഥിതാഹ 4 ഭാഗത്ത് നിന്നു. അതായത് ഈ മുറിച്ച വലത്തെ കയ്യ് ഭൂമിയിൽ വീണപ്പോൾ അതിൻ്റെ അടിയിൽ അനേകം വാനന്മാർ പെട്ടു. അവർക്കൊക്കെ ഭയങ്കര ഖനാണ്, ഈ വലിയ കയ്യാണ്. ആ കയ്യ് ഭഗവാൻ മുറിച്ചങ്ങോട്ട് വീഴ്ത്തിയപ്പോൾ അത് ഭൂമിയിൽ വീണപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ വാനന്മാർ പെട്ട് അവർക്ക് ഭയങ്കര വേദനയായി. ഭയപ്പെട്ട് വിറയ്ക്കണ സകല വാനരന്മാരും യുദ്ധരംഗത്ത് നിന്നാണ് ഓടിയിട്ട് അതിദൂരെ മാറി നിന്നിട്ട് ശ്രീരാമൻ്റെയും കുംഭകർണൻ്റെയും യുദ്ധം നോക്കി നിന്നു. അവർക്ക് പേടിയകത്തേക്ക് വരാൻ. അപ്പോൾ ഭഗവാനെ സഹായിക്കാനൊന്നും പോയില്ല അവരെ. കാരണം ആ കൈ വീണപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട്
പിന്നെ ആ വേദന കൊണ്ട് പിടഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി യുദ്ധരംഗത്ത് നിന്ന് അവർ മാറി അതിദൂരെ നിന്നിട്ട് ശ്രീരാമൻ്റെയും കുംഭകർണൻ്റെയും യുദ്ധം നോക്കി നിൽക്കുകയാണ്. അതായത് ഇനി ഇടത്തെ കയ്യും ഭഗവാൻ മുറിച്ചാൽ ഇവരുടെ മേലെ വീണ ഇവർക്ക് ആദ്യം അവർ സമ്മന്തിയാവുമല്ലോ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഇനി രണ്ടാമത്തെ കയ്യും മുറിച്ചിട്ടാൽ അതും ഭൂമിയിൽ വീഴുമല്ലോ, ഇനി അതിൻ്റെ അടിയിൽ പെട്ടു വെച്ചാൽ ഇതുപോലെ വേദനിക്കില്ലേ എന്ന് വിചാരിച്ച് അവർ മാറി നിന്നു. സഹസ്തപതിതോ ഭൂമാവനേകാൻ മർദ്ദയൻ കബീൻ പശ്യന്തമാശ്രിതാഃ സർവേ വാനരാ ഭയവേപിതാഃ രാമരാക്ഷസയോർയുദ്ധം പശ്യന്ത പരിവസ്ഥിത. നോക്കി നിന്നല്ലോ അവർ. പിന്നെ കുംഭകർണശ്ചിന്നഹസ്ത സാലുമുദ്യമ്യ വേഗതഃ സമരേ രാഘവം ഹന്തും ദുദ്രാവ തമധാശ്ചിനദ് സാലേന സഹിതം വാമഹസ്ത മൈന്ദ്രേണ രാഘവ. ഛിന്നഹസ്ത അതായത് ഛേദിക്കപ്പെട്ട ആ ഒരു കൈയോടുകൂടിയ കുംഭകർണൻ സാലത്തെ ഉദ്യമ്യ ഉയർത്തിയിട്ട് സമരെ യുദ്ധത്തിൽ രാഘവം ഹന്തും രാഘവനെ കൊല്ലാനായിക്കൊണ്ട് വേഗത ദുദ്രാവ വേഗത്തിൽ ഓടി വന്നു. സാലേന സഹിതം സാലത്തോടുകൂടിയ തം വാമഹസ്തം ആ വാമഹസ്തത്തെ രാമൻ അഥാപീൻസ് അതിനുശേഷം ഐന്ദ്രേണ ഇന്ദ്രാസ്ത്രത്താൽ അച്ഛിനത് ഛേദിച്ചു. മറ്റേ കൈയും വെട്ടിട്ടു. ഒരു കൈ മുറിഞ്ഞ് വീണപ്പോൾ മറ്റേ കൈകൊണ്ട് സാലം വലിയൊരു വൃക്ഷാവുന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധത്തിൽ രാമനെ വധിക്കാനായിക്കൊണ്ട് കുംഭകർണൻ വേഗത്തിൽ രാമൻ്റെ അടുത്തേക്ക് പാഞ്ഞടുത്തു. ഈ ഒരു കൈ പോയില്ലോ, മറ്റേ കയ്യിൽ ഒരു വലിയ സാലം പിടിച്ചിട്ട്, സാലവൃക്ഷമായിരിക്കണം, സാലവൃക്ഷം പിടിച്ചിട്ട് രാമനെ വധിക്കാനായിട്ട് കുംഭകർണൻ വേഗത്തിൽ രാമൻ്റെ അടുത്തേക്ക് പാഞ്ഞടുത്തു. അതിനുശേഷം രാമൻ ഈ സാലം പിടിച്ച ഇടത്തെ കൈയിനെയും ഇന്ദ്രാസ്ത്രം കൊണ്ട്, മറ്റേ വായവ്യാസ്ത്രം പറഞ്ഞില്ലേ, ഇന്ദ്രാസ്ത്രം കൊണ്ട് ഇടത്തെ കൈയിനെയും മുറിച്ചു. അപ്പം രണ്ട് കൈയും പോയി. കുംഭകർണശ്ചിന്നഹസ്ത സാലുമുദ്യമ്യ വേഗതഃ സമരേ രാഘവം ഹന്തും ദുദ്രാവ തമഥാച്ഛിനദ് സാലേന സഹിതം വാമഹസ്തമൈന്ദ്രേണ രാഘവ. അതും വെട്ടിട്ടു. ഛിന്നബാഹുമതോയാന്തം നിർദ്ദന്തം വീക്ഷ രാഘവ ദ്വാവർദ്ധചന്ദ്രൗ നിശിതാവാദായാസ്യ പദദ്വയം ചിച്ഛേദപതിതൗ പാദൗ ലങ്കാദ്വാരി മഹാസ്വനൗ. ഛിന്നബാഹും അതായത് വെട്ടിയ കൈകളോടുകൂടിയും അധോനർദന്തം യാന്തം അധോ നർദന്തം യാന്തം അതായത് അനന്തരം ഗർജിച്ചുകൊണ്ട്, നർദന്തം ഗർജിച്ചുകൊണ്ട് നേരിട്ട് വരുന്ന അവനെ വീക്ഷ്യ നോക്കിയിട്ട് രാഘവൻ നിശിതൗ ദ്വൗ അർദ്ധചന്ദ്രൗ രണ്ട് അർദ്ധചന്ദ്രാകാരത്തിലുള്ള നിശിതങ്ങളായ രണ്ട് അർദ്ധചന്ദ്രങ്ങളെ ആദായ എടുത്തിട്ട് അസ്യ പദദ്വയം അവൻ്റെ രണ്ട് കാലുകളെയും ചിച്ഛേദിച്ചു. ഒറ്റ അമ്പുണ്ട്. അത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു അമ്പുണ്ട്. രണ്ട് പാദങ്ങളെയും ഛേദിച്ചു. രണ്ട് പാദങ്ങൾ മഹാസ്വനവും വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ലങ്കാദ്വാരി ലങ്കയുടെ ദ്വാരത്തിൽ പോയി വീണു. അത് തെറിച്ചു പോയി വീണു ലങ്കാദ്വാരത്തിൽ, ലങ്കത്തിൽ കടക്കണ വാതിലിൻ്റെ അവിടെ. അതായത് കൈകൾ രണ്ടും മുറിഞ്ഞു പോയിട്ടും അലറിക്കൊണ്ട് തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ കുംഭകർണനെ കണ്ട രാമൻ അത്യധികം മൂർച്ചുള്ളതും അർദ്ധചന്ദ്രാകൃതിയിലുള്ളതുമായിട്ടുള്ള രണ്ട് അസ്ത്രങ്ങളെ തൊടുത്തു വിട്ടു അരമേലിക്ക്, കുംഭകർണൻ്റെ മേലിക്ക്. ആ അസ്ത്രങ്ങളെ കുംഭകർണൻ രണ്ട് കാലുകളെയും ഒപ്പം മുറിച്ചു. മുറിഞ്ഞ അവിടെ വീഴല്ല ഉണ്ടായത്, ആ കാലുകൾ രണ്ടും ഗംഭീര ശബ്ദത്തോടു കൂടി തെറിച്ച് ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണു എന്ന്. കൈ രണ്ട് അവിടെ തന്നെ വീണു എന്നാണ് പറഞ്ഞതല്ലേ. ഇപ്പോൾ അർദ്ധചന്ദ്രാകൃതിയിലുള്ള രണ്ട് നല്ല ശക്തിയുള്ള അസ്ത്രം ഉപയോഗിച്ചിട്ട് രണ്ട് കാലുകളെ മുറിച്ച് അത് അവിടെ വീഴല്ല, അത് തെറിച്ച് ആ രണ്ട് കാലുകളും
കുംഭകർണൻ്റെ 2 കാലുകളും ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് വീണു. ഇപ്പം 2 കാലും പോയി, 2 കയ്യും പോയി. ആരെ? കുംഭകർണൻ്റെ. ഇനി നമുക്കിവിടെ നിർത്താം. ഞാനിത് വായിച്ച് നിർത്താട്ടോ. ഛിന്നബാഹുമഥോ യാന്തം നിർദ്ദന്തം വീക്ഷരാഘവ ദ്വാവർദ്ധചന്ദ്രൗ നിശിതാവാദായാസ്യ പദദ്വയം ചിച്ഛേദപതിതൗ പാദൗ ലങ്കാദ്വാരി മഹാസ്വനൗ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.